പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ മുറിവുകൾക്ക് മുകളിൽ സമയം മരുന്ന് പുരട്ടിയെങ്കിലും ചൂരൽമലയുടെ മണ്ണും പുന്നപ്പുഴയും ഇന്നും ആ ദിനത്തിന്റെ അടയാളങ്ങൾ പേറുകയാണ്. ദുരന്തബാധിതരുടെ പുനരധിവാസം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ പ്രകൃതിയെ പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഏറ്റവും വലിയ പദ്ധതികളിലൊന്ന് ഇപ്പോഴും പാതിവഴിയിലാണ്. ചൂരൽമലയുടെ ജീവനാഡിയായ ആ പുന്നപ്പുഴയുടെ കഥ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും ജീവസ്പന്ദനമായിരുന്നു പുന്നപ്പുഴ. ഇരുകരകളിലുമുള്ള നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനാഡി. എന്നാൽ 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ ആ ഒഴുക്കിനെ മാത്രമല്ല, നാടിൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചു. മണ്ണും പാറകളും മരത്തടികളും പുന്നപ്പുഴയുടെ വഴിയെ ആകെ മാറ്റി. 7 കിലോമീറ്ററോളം പുതിയ വഴിയിലൂടെയാണ് ഇപ്പോൾ പുന്നപ്പുഴയുടെ സഞ്ചാരം. പുഴയെ പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കാനാണ് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ബെയിലി പാലത്തിന് സമീപം പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുക, ഉരുൾ അടിഞ്ഞുകൂടിയ മണ്ണും പാറകളും മരത്തടികളും നീക്കം ചെയ്യുക, പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക, ഇതായിരുന്നു പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ. പക്ഷേ 2 വർഷം പിന്നിടുമ്പോഴും പ്രവർത്തികൾ പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. പുതിയ റവന്യൂ മന്ത്രിയും സംഘവും അല്ലെങ്കിൽ ഇതിനെ വേണ്ട വിധത്തിൽ ഇതിനൊരു ടീം വർക്ക് നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ദുരന്തം കഴിഞ്ഞ 2 വർഷമായി. മനുഷ്യരുടെ ജീവിതം പതിയെ സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോഴും പുന്നപ്പുഴയ്ക്ക് ഇപ്പോഴും ആ പഴയ ഒഴുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. 2 വർഷം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ മുറിവുകൾ മണ്ണിൽ മാത്രമല്ല, പുന്നപ്പുഴയുടെ മാറിയ ഒഴുക്കിലും വ്യക്തമാണ്. പുന്നപ്പുഴയുടെ പുനരുജ്ജീവനം എപ്പോഴെന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. പുന്നപ്പുഴ മാത്രമല്ല, അവിടെയുള്ള ജീവിതങ്ങളും ഒഴുകിത്തുടങ്ങുമ്പോൾ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചിലതൊക്കെ കൊടുത്തെങ്കിലും പലതും പാതി വഴിയിൽ തന്നെ നിൽക്കുകയാണ്. വല്ലാത്ത കാലതാമസവും അല്ലേ? അതിനിടയിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചു, ജ്യോതിഷ് റിപ്പോർട്ടർ എന്താണ് വയനാടിന് ഓഫർ ചെയ്തതൊക്കെ കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു. റിപ്പോർട്ടർ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം റിപ്പോർട്ടർ അവിടെ നിറവേറ്റിയിട്ടുണ്ട്. അവിടെ നമ്മളത് പല കടകളായി നമുക്ക് കാണാം, വാഹനങ്ങളായി കാണാം, ജീപ്പുകളായി, ഓട്ടോറിക്ഷകളായി, അവിടെയുള്ള മനുഷ്യരുടെ ഫർണിച്ചറുകളിൽ ചിലതായി ഒക്കെ കാണാം. മാത്രമല്ല, റിപ്പോർട്ടർ ഇടപെട്ട പല ജീവിതങ്ങളും എങ്ങനെയാണ് തിരികെ വന്നത് എന്നത് പ്രേക്ഷകർ കണ്ടതാണ്. ഇതൊന്നും ഒരു ക്രെഡിറ്റായിട്ട് ഈ ഘട്ടത്തിൽ പറയാൻ നമ്മൾ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ജ്യോതിഷ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊന്നും കൊണ്ടൊന്നും ആവില്ല കേട്ടോ. ഇനിയും ഒട്ടേറെ വേണം ആ മനുഷ്യരെ പൂർണ്ണമായും അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. റിപ്പോർട്ടർ സദാ കമ്മിറ്റഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഓരോ വാർത്തയും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവിടെയുള്ള ഓരോ വീഴ്ചയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം അവിടെ നിന്നും റിപ്പോർട്ടുകൾ നൽകാറുമുണ്ട്.